ഹായ് സുഹൃത്തുക്കളെ, കേരള ബാങ്ക് ക്ലർക്ക് അല്ലെങ്കിൽ കാഷ്യർ പരീക്ഷയുടെ പരീക്ഷാ തീയതിയൊക്കെ വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും. ഒക്ടോബറിലാണ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒക്ടോബറിലെ പരീക്ഷാ കലണ്ടറിനൊപ്പം കേരള ബാങ്ക് ക്ലർക്ക് അല്ലെങ്കിൽ കേരള ബാങ്ക് കാഷ്യർ പരീക്ഷയ്ക്കുള്ള വിശദമായിട്ടുള്ള സിലബസും PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ കരുതിയിരുന്നത് തൊട്ട് മുമ്പ് നടന്ന കെയർഫെഡ് അസിസ്റ്റന്റ് അതുമായി ബന്ധപ്പെട്ട് അതേ രീതിയിലുള്ളൊരു സിലബസ് ആയിരിക്കും കേരള ബാങ്കിനും വരുന്നത് എന്നുള്ളതായിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റിക്കൊണ്ട് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ സിലബസ് തന്നെയാണ് ഈ പറഞ്ഞ കേരള ബാങ്ക് ക്ലർക്കിനും PSC പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, നമുക്കറിയാം ആ പരീക്ഷ സെപ്റ്റംബറിലാണ് വരുന്നത്. അപ്പോൾ അതിന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിട്ട് അവർക്ക് അതേ യോഗ്യതയുള്ള ആളുകൾക്ക് ഈ കേരള ബാങ്കിന് അപ്ലൈ ചെയ്യാമായിരുന്നു. അതേപോലെ അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേരള ബാങ്കിന് വേണ്ടിയിട്ടും പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് സിലബസിലേക്ക് ഒന്ന് കടന്നു പോകാം. കോപ്പറേഷൻ ആണ് 50 മാർക്കിനുള്ളത്. 40 മാർക്കിന്റെ ബാങ്കിങ്ങിന്റെ ടോപ്പിക് ഉണ്ട്. 10 മാർക്ക് IT ആൻഡ് സൈബർ ലോ. ഇങ്ങനെയാണ് മൊഡ്യൂളുകളുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ. ആകെ 100 മാർക്ക്. അപ്പോൾ അതിൽ കോപ്പറേഷൻ 50 മാർക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് 9 മൊഡ്യൂളായിട്ടാണ് കോപ്പറേഷൻ കൊടുക്കുന്നത്. കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റംസ് 5 മാർക്കിനുണ്ട്. എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് 5 മാർക്കിനുണ്ട്. ഇതൊക്കെ നമ്മൾ CSEB ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്കും ഇതേ കാര്യങ്ങൾ പഠിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടെ ഒരു PSC ലെവലിലേക്ക് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ഇതിന് നല്ല മാർക്ക് നേടാനും, നമുക്കറിയാം കേരള ബാങ്ക് ക്ലർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വേക്കൻസി വരുന്ന ഒരു പരീക്ഷ കൂടിയാണ്. അപ്പോൾ നിങ്ങൾ വളരെ സീരിയസ് ആയി എടുക്കേണ്ട ഒരു പരീക്ഷ തന്നെയാണ്. ദെൻ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് കേരള, അതിന് 7 മാർക്കുണ്ട്. മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ എയ്ഡ് ഓഫ് കോപ്പറേറ്റീവ്സ്, ഇവിടെ കുറേ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളെ കുറിച്ച് ഈ ഒരു മൊഡ്യൂൾ നമുക്ക് പഠിക്കാനുണ്ട്. 5 മാർക്ക് അതിനകത്തുണ്ട്. ദെൻ കോപ്പറേറ്റീവ് ഓഡിറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ദെൻ 6ാമത്തെ മൊഡ്യൂളായിട്ട് ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ്, അതും 6 മാർക്കിന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്, ഇതും 5 മാർക്കിനുണ്ട്. സോഴ്സസ് ഓഫ് ഫണ്ട്സ് 5 മാർക്കിനുണ്ട്. ദെൻ ലാസ്റ്റ് മൊഡ്യൂളായിട്ട് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് കേരള, ഇന്ത്യയിലും കേരളത്തിലും ഉണ്ടായിട്ടുള്ള വിവിധ സഹകരണ നിയമങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് കോപ്പറേഷൻ എന്നുള്ള ഭാഗത്ത് 50 മാർക്കിന് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത്. ദെൻ ബാങ്കിങ് 40 മാർക്കിനാണ് കൊടുത്തിട്ടുള്ളത് സിലബസിൽ. ബാങ്കിങ്ങിന്റെ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കിങ് ആണ്. ബാങ്കിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. 4 മാർക്ക് ആ ഭാഗത്ത് നിന്നിട്ട്. 2ാമത്തെ മൊഡ്യൂളിൽ സെൻട്രൽ ബാങ്കിങ് RBI ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ 2ാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതിനും 4 മാർക്കാണ് നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ് പ്രീ ലിബറലൈസേഷൻ പീരീഡ്, പോസ്റ്റ് ലിബറലൈസേഷൻ പീരീഡ്, ഇങ്ങനെ 2 ഘട്ടങ്ങളായിട്ടും പഠിക്കാനുണ്ട്. രണ്ടും കൂടെ ചേർത്ത് 8 മാർക്കുണ്ട്. ദെൻ 5ാമത്തെ മൊഡ്യൂളിൽ ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യയിലെ നേരത്തെ നമ്മൾ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ പഠിച്ചു, അതുപോലെ തന്നെ ബാങ്കിങ് ലെജിസ്ലേഷനും ഇവിടെ പഠിക്കാനുണ്ട്. 4 മാർക്ക് അതിനുണ്ട്. പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ് പ്രാക്ടീസസിന് 4 മാർക്ക്. ദെൻ 7ാമത്തെ മൊഡ്യൂള് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ലോ, അതും നമ്മൾ ഈ ഇത്തരം പരീക്ഷകൾക്കായിട്ട് പഠിക്കുന്നതാണ്. 4 മാർക്ക് ആ ഭാഗത്തു നിന്നുണ്ട്. അഗ്രികൾച്ചറൽ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക്സ്, അതിൻ്റെ പല സ്കീമുകൾ കാര്യങ്ങളൊക്കെ, അതിന് 4 മാർക്കുണ്ട്. ദെൻ 9ാമത്തെ മൊഡ്യൂൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഇൻ ബാങ്ക്, നമ്മുടെ ഇലക്ട്രോണിക് ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്ത് വേണം. ദെൻ ലാസ്റ്റ് മൊഡ്യൂൾ റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ്. അപ്പോൾ ഇത് കുറച്ച് പുതിയൊരു ടോപ്പിക്കായിട്ട് ഒരു പക്ഷേ തോന്നിയേക്കാം, പുതിയ ടോപ്പിക്കായിട്ട് പഠിക്കാനായിട്ടുണ്ട്. അതിനും 4 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ 90 മാർക്കായി. പിന്നെ അവസാനമായിട്ട് 10 മാർക്കാണുള്ളത്. അത് IT ആൻഡ് സൈബർ ലോ ആണ്. നോർമലി നമ്മൾ ഇത്തരം പരീക്ഷകൾക്കൊക്കെ പഠിക്കുന്ന IT ആൻഡ് സൈബർ ലോ അതേ ടോപ്പിക്കുകൾ തന്നെയാണ്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ദെൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, വെബ് ഡിസൈനിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ നിന്ന് വരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ സിലബസ് പരിചിതമാണ്. ഓൾറെഡി PSC നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുള്ള, മറ്റൊരു പരീക്ഷയ്ക്കായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള സിലബസ് ആണ്. അപ്പോൾ അതേ അടിസ്ഥാനത്തിൽ നിങ്ങൾ പഠിക്കുക. ഒരുപാട് വേക്കൻസികളാണ്. ഈ സിലബസ് ചേഞ്ച് ചെയ്യാത്തത് എന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് ഒരുപാട് വേക്കൻസികളിലേക്ക് ഇനി പുതിയതായിട്ട് പഠിക്കേണ്ട, ഓൾറെഡി ഉള്ള പഠിത്തത്തിന്റെ കൂടി ഇത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. I+ ഈ പരീക്ഷയ്ക്കായിട്ട് ഈ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഒരുക്കുന്നുണ്ട്. അതും വളരെ ചെറിയൊരു ഫീസിൽ നിങ്ങൾക്ക് I+ന്റെ കോഴ്സിൽ എൻറോൾ ചെയ്യാം. ഈ വീഡിയോടൊപ്പമുള്ള ഡിസ്ക്രിപ്ഷനിൽ I+ന്റെ കോഴ്സിന്റെ ലിങ്കുകളുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഒട്ടും മടിക്കേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. ഒക്ടോബർ അവസാനം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 3 മാസത്തോളം സമയം നമ്മുടെ മുന്നിലുണ്ട്. ഈ 3 മാസം വളരെ കൃത്യമായി വിനിയോഗിക്കുകയാണെങ്കിൽ, ഒരു ദിവസം ഒരു 4 മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിലബസ് ഫുള്ള് കവർ ചെയ്യാനായിട്ട് സാധിക്കും. സിലബസ് കവർ ചെയ്ത് അത് റിവൈസ് ചെയ്ത് മാക്സിമം ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുന്നവരാണ് ഉയർന്ന റാങ്കുകളിൽ എത്തുന്നവരാണ് ജോലി നേടുക. അതിന് നിങ്ങൾക്ക് സാധിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.